മനോഹരമായ സായം സന്ധ്യയിൽ ഇന്ത്യ കാതലിക് അസോസിയേഷൻ്റെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, മറ്റുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. 1979 സ്ഥാപിതമായ ഇന്ത്യ കാതലിക് അസോസിയേഷൻ ഒരു ചാരിറ്റി സംഘടനയാണ്. അതിൻ്റെ പ്രവർത്തനം അന്നു മുതൽ ഇന്ന് വരെ നാട്ടിലുള്ള സാധുക്കളെ, നിവൃത്തിയില്ലാത്തവരെ, സുഖമില്ലാത്തവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ വർഷവും കഴിഞ്ഞ വർഷത്തേക്കാൾ മികവുറ്റ പ്രസിഡന്റുമാരുടെ അധ്യക്ഷതയിൽ മികവുറ്റ ടീം അതിൻ്റെ പ്രവർത്തനങ്ങൾക്കായി അവരുടെ സമയവും എല്ലാം ചെലവഴിച്ച് നാട്ടിലുള്ള ഒരുപാട് പേരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിൽ 2024 പ്രസിഡന്റായ ശ്രീമാൻ റോയി ആൻ്റണി മികവുറ്റ പത്രപ്രവർത്തകനും ഒരു അധ്യാപകനും അദ്ദേഹത്തിൻ്റെ കഴിവ് പല മേഖലകളിലും കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സെക്രട്ടറി പ്രകാശ് തോമസും നല്ല ടീമും 2024 അവരുടെ കഴിവുറ്റ പ്രവർത്തനങ്ങൾ സമർപ്പിച്ച് നാട്ടിലുള്ള ആവശ്യമായ ആൾക്കാരെ സഹായിക്കാൻ അവരുടെ സമയവും അവരുടെ പണവും എല്ലാം ചെലവാക്കി അവരെ ഈ അവസരത്തിൽ വിനിയോഗിക്കുകയാണ്. 2045 ഈസ്റ്റർ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഇന്ത്യ കാതലിക് അസോസിയേഷൻ്റെ പേരിലും എൻ്റെ പേരിലും ഉയർപ്പിൻ്റെ എല്ലാവിധമായ സ്നേഹാശംസകളും സമാധാനങ്ങളും ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് എല്ലാവർക്കും നേർന്നുകൊള്ളുന്നു. ശ്രീമാൻ റോയി ആൻ്റണി അദ്ദേഹത്തിൻ്റെ സമയവും ഒരുപാട് അർപ്പണബോധമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇത്രയും പ്രവർത്തിക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പിന്നിൽ എന്ന് പറയാൻ ഒക്കത്തില്ല, മുൻപിലും പിൻപിലും ഇടത്തും വലത്തും നിന്ന് പ്രചോദനവും എല്ലാ സപ്പോർട്ടും ചെയ്ത ഫസ്റ്റ് ലേഡി മിനി റോയെ ഈ അവസരത്തിൽ ഓർപ്പിക്കുകയാണ്. ഇനി വിശിഷ്ടാതിഥികളെ ക്ഷണിക്കുന്നതിനും മറ്റുമായി നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന ലൈസി അലക്സ് ഇവിടുത്തെ സാംസ്കാരിക കലാ മേഖലകളിൽ മികവുറ്റ ഒരു വ്യക്തിയാണ്, ഒരു കലാമുദ്രയാണ്. ലൈസി അലക്സിനെ ഈ സാഹചര്യത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. പുനരുത്ഥാനം ചെയ്ത യേശു ക്രിസ്തുവിന്റെ ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ മംഗളാശംസകൾ ഞാൻ നേർന്നുകൊള്ളുന്നു. സീറോ മലബാർ, സീറോ മലങ്കര, ലാറ്റിൻ, ക്നാനായ സഭകളുടെ കൂട്ടായ്മയായ ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ 45 വർഷങ്ങൾ പിന്നിടുമ്പോഴും ഈ സഭകളിലെ വിശ്വാസികളെ ഒരേ കുടക്കീഴിൽ ചേർത്ത് നിർത്തി അതിൻ്റെ വിജയഗാഥ തുടരുകയാണ്. പകർന്നു കൊടുക്കുവാൻ വിസമ്മതവും അനർഹമായതുപോലും സ്വീകരിക്കുവാൻ മടിയുമില്ലാത്ത ഒരു കാലം നമുക്ക് മുൻപിൽ പകർന്നാട്ടം നടത്തുമ്പോൾ ജീവകാരുണ്യ പ്രവർത്തനം കൊണ്ടും പരസ്പര ബന്ധങ്ങളുടെ വിശാലത കൊണ്ടും ഒരു സ്നേഹ തുടർച്ചയാകാൻ ഇതിൻ്റെ ഭാരവാഹികൾ ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ്റെ ഈസ്റ്റർ സെലിബ്രേഷൻ ആൻഡ് ചാരിറ്റി ഡിന്നർ ഇവിടെ ആരംഭിക്കുകയാണ്. അതിനു മുമ്പായി 1-2 ഹൗസ് റൂൾസ് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ബാത്റൂം പുറകിലുണ്ട്, ഈ ഹാളിൻ്റെ പുറകിലാണ് ബാത്റൂം. അവിടെ ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട്, അവിടെയാണ് ബാത്റൂം. പിന്നെ എല്ലാവരും ദയവ് ചെയ്ത് അവനവൻ്റെ സെൽഫോൺ ഒന്ന് സൈലന്റ് മോഡിൽ ഇടണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ ഇട്ടില്ലേലും കുഴപ്പമില്ല, കാരണം ഈ ഹാളിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ ഇന്റർനെറ്റിന് ഇച്ചിരി റിസപ്ഷൻ കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ ഈവൻ അതിൽ നോക്കാൻ ശ്രമിച്ചാലും നടക്കുകയില്ല. അതുകൊണ്ട് ദയവായി ഈ പരിപാടി നിങ്ങൾ വളരെ ഭംഗിയായി ശ്രദ്ധിച്ച് ആസ്വദിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടിച്ചു പൊളിക്കാം. നമ്മുടെ ആഘോഷരാവിലേക്ക് നമുക്ക് കടക്കാം. ഒട്ടും
ഒട്ടും സമയം കളയാതെ തന്നെ നമ്മുടെ ആഘോഷങ്ങൾ ഇവിടെ ആരംഭിക്കുകയാണ്. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ആദ്യമേ തന്നെ ചില വിശിഷ്ടാതിഥികളെ സ്റ്റേജിലേക്ക് ക്ഷണിക്കേണ്ടതുണ്ട്. ഇന്ത്യ കാത്തലിക് അസോസിയേഷന്റെ അധ്യക്ഷനും പ്രസിഡന്റുമായ ശ്രീ റോയി ആന്റണിയെ ഞാൻ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി എനിക്ക് ക്ഷണിക്കാനുള്ളത് നമ്മുടെ ചീഫ് ഗസ്റ്റായി, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ചീഫ് ഗസ്റ്റായി ഇവിടെ വന്നിരിക്കുന്ന സെന്റ് തോമസ് സീറോ മലബാർ കാത്തലിക് ഫൊറേനിയൻ ചർച്ച് ബ്രോൺസ് പള്ളിയുടെ വികാർ റവറന്റ് ഫാദർ കുര്യാക്കോസ് വടാനാച്ചനെ സ്നേഹപൂർവ്വം അഭിമാനപൂർവ്വം ഞാൻ ഈ സ്റ്റേജിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ ഗസ്റ്റ് ഓഫ് ഓണറായി ഹോളി ഫാമിലി സീറോ മലബാർ ചർച്ച് റോക്ക്ലൻഡിന്റെ വികാർ നമ്മുടെ സ്വന്തം അച്ഛൻ ഫാദർ വിൻസെന്റ് വർഗീസ് പങ്ങോലയെ ഞാൻ ഈ സ്റ്റേജിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അടുത്തതായി ഞാൻ ക്ഷണിക്കാൻ പോകുന്നത് ഫാദർ ജോണി ചെങ്ങാലെ, CMI പരോക്യ വികാർ ബ്ലസ്സഡ് സേക്രമെന്റ് ചർച്ച് ബ്രൂക്ലിൻ. ജോണിയ ചർച്ച് സ്നേഹപൂർവ്വം ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി ഞാൻ വിളിക്കാൻ പോകുന്നത് പഴയ പ്രസിഡന്റ്, ഇന്ത്യ കാത്തലിക് അസോസിയേഷന്റെ പ്രസിഡന്റും ഇപ്പോഴത്തെ ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാനുമായ ശ്രീ പോൾ ജോസിനെയാണ്. വചനമായ കരുതണേ വരികയായി ഞാൻ പിതാവേ, സ്നേഹമേകി ദാനമേകി സ്വീകരിക്കണമേ. മനസ്സിൽ നീ പകരണേ വചനമായ ശരണാളം, ഉണരുമീ ആത്മതാപം. അനുപമ സ്നേഹത്തോടെ കൈകളാൽ ആശ്ലേഷിച്ചു നൽകി നീ തിരികെയാ ദൈവരാജ്യം. രക്ഷയേകി മോക്ഷമേകി ധന്യനാക്കി നീ. ഉണരുമീ ആത്മതാപം അറിയുമെൻ യേശുനാഥ, മനസ്സിൽ നീ പകരണേ വചനമായ ശരണാളം, ഉണരുമീ ആത്മതാപം. Oh, say, can you see by the dawn's
विन्ध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे Thank you. ഒരു നല്ല ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ഞങ്ങളുടെ സീറോ മലബാർ ചർച്ചിലെ തന്നെ കുട്ടിയാണ് നേഹ ജോസഫ്. താങ്ക് യു നേഹ. നന്മയുടെ കാരുണ്യ സ്പർശം വേദന അനുഭവിക്കുന്ന പല കരങ്ങൾക്കും ഒരു കൈത്താങ്ങാകുക. അതിനുവേണ്ടി ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ഒരു ചെറിയ കൈത്താങ്ങ്. നിങ്ങൾ എല്ലാവരും കണ്ടു കാണും, താഴെ ഒരു ചാരിറ്റി ബോക്സ് ഉണ്ട്. കണ്ടോ? എല്ലാവരും കടന്നു വന്നപ്പോൾ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പലതുള്ളി പെരുവെള്ളം. ആ ചാരിറ്റി ബോക്സിൽ നിങ്ങളുടെ നന്മയോടൊപ്പം കുറച്ച് ഡോളറുകളും നിക്ഷേപിക്കണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അടുത്തതായിട്ട് വെൽക്കം സ്പീച്ചിന് വേണ്ടി ഞാൻ തോമസ് പ്രകാശൻ ക്ഷണിക്കുകയാണ്. നമ്മുടെ ഇന്ത്യ കാത്തലിക് അസോസിയേഷന്റെ സെക്രട്ടറിയാണ്. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഇന്ത്യ കാത്തലിക് അസോസിയേഷന്റെ ഭാരവാഹികൾ, മാതാപിതാക്കളെ, പ്രിയ കുട്ടികളെ, ഇന്ത്യൻ കാത്തലിക് അസോസിയേഷന്റെ 45ാമത് ഈസ്റ്റർ സെലിബ്രേഷനും ചാരിറ്റിയുടെ ഭാഗമായി ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം ആശംസിക്കാനാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. ഞാൻ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്ത്യൻ കാത്തലിക് അസോസിയേഷൻ കഴിഞ്ഞ 45 വർഷമായിട്ട് നടത്തുന്ന ചാരിറ്റി പ്രവർത്തനം തന്നെയാണ് മറ്റ് അസോസിയേഷനിൽ നിന്ന് ഇന്ന് നമ്മുടെ അസോസിയേഷനെ ഇത്ര ഉയരങ്ങളിലും വേർതിരിച്ച് നിർത്തുന്നത്. ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് തീർത്തും ദൈവീകമാണ്. ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം, പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം, രോഗികൾക്ക് ആശ്വാസം പകരുക എന്നിങ്ങനെ സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നതിലാണ് നാം ഓരോരുത്തരും മഹത്വം കാണേണ്ടത്. ആ മഹത്വം തന്നെയാണ് നമ്മുടെ ദൈവം ഉദ്ധാനത്തിലൂടെ വിളിച്ചറിയിച്ചിരിക്കുന്നത്. ജീവകാരുണ്യ പ്രവർത്തനം ഇല്ല എങ്കിൽ ഓരോ ആത്മീയതയും മരിച്ച അവസ്ഥയാണ്. ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂടാണ് നമ്മൾ ഇന്നും ജീവിച്ചിരിക്കുന്നതും നമ്മൾ ഇന്ന് അതിൻ്റെ ഫലം അനുഭവിക്കുന്നതും. എൻ്റെ കർത്തവ്യത്തിൽ കടക്കുന്നതിന് മുമ്പ് അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന റോയ് ആന്റണി ഇന്ത്യൻ കാത്തലിക് അസോസിയേഷന്റെ പ്രസിഡന്റാണ്. നിങ്ങൾക്ക് അറിയാം, ലക്ഷ്യബോധത്തോടും ചിട്ടയായ പ്രവർത്തനങ്ങൾ കൊണ്ടും അസോസിയേഷനെ മികച്ച രീതിയിൽ മുന്നോട്ട് നയിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന റോയ് ആന്റണിയെ ഏറ്റവും സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യും. നമുക്കിന്ന് മുഖ്യ അതിഥിയായിട്ട് ലഭിച്ചിരിക്കുന്നത് കുര്യാക്കോസ് വടനെ അച്ഛനാണ്. അച്ഛനെ ഏറ്റവും സവിനയത്തോടെ അച്ഛനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യും. അടുത്തതായിട്ട് വിൻസെന്റ് വർഗീസ് അച്ഛനാണ്. അച്ഛൻ ഹോളി ഫാമിലി സീറോ മലബാർ ചർച്ച് റോക്കലൻ 7 അനുഷ്ഠിക്കുന്നു. അച്ഛനെ ഏറ്റവും സസന്തോഷത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജോണി അച്ഛൻ, അച്ഛനെ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തായിട്ട് നമ്മുടെ BOT ചെയർമാൻ മിസ്റ്റർ പോൾ ജോസ്, കാത്തലിക് അസോസിയേഷനെ മാത്രമല്ല പല അസോസിയേഷന്റെയും മുന്നിൽ നിരയിൽ നിന്ന് അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഇപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. മിസ്റ്റർ പോൾ ജോസിനെ സസന്തോഷം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ നോക്കുമ്പോൾ മുൻ പ്രസിഡന്റ്മാരുണ്ട്. നമുക്ക് നമ്മുടെ വഴികൾ കാണിച്ചു തന്ന മുൻ പ്രസിഡന്റ്മാരുടെ ഒത്തിരി പേര് ഇരിപ്പുണ്ട്. ആരുടെയും പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ ബോർഡ് ഓഫ് ട്രസ്റ്റി അംഗങ്ങളുണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്, എക്സിക്യൂട്ടീവ് കമ്മിറ്റീസ് ഉണ്ട്, സോണൽ ഡയറക്ടേഴ്സ് ഉണ്ട്. എല്ലാവരെയും വളരെയധികം സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് കാത്തലിക് അസോസിയേഷന്റെ ഞങ്ങളുടെ ബലം. നിങ്ങൾ ഓരോരുത്തരെയും ഏറ്റവും അധികം സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി പ്രസിഡൻഷ്യൽ അഡ്രസ് ആണ്. റോയി നാട്ടിലൊരു പത്രപ്രവർത്തനമാണ്, ദീപികയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്, അതുപോലെ ഒരു അധ്യാപകനാണ്. ശ്രീ റോയ് ആന്റണിയെ എത്രയും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഞാൻ
ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് പ്രസിഡൻഷ്യൽ അഡ്രസ്സിന് വേണ്ടി. ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ സമുന്നതരായ നേതാക്കൾ, ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ്റെ പ്രവർത്തകർ, അഭ്യുതകാംക്ഷികൾ, സുഹൃത്തുക്കളെ, ഏവർക്കും ഈ കാത്തലിക് അസോസിയേഷൻ്റെ ഈസ്റ്റർ സന്ധ്യയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ 45 വർഷങ്ങളായി നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂയോർക്കിലെ ആദ്യകാല സംഘടനകളിൽ ഒന്നാണ് ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ. അതിന് പ്രത്യേകമായ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. നമ്മുടെ കേരളത്തനിമയുള്ള ക്രൈസ്തവ ആരാധനാ പാരമ്പര്യം അമേരിക്കയിലും പിന്തുടരുന്നതിന് കാത്തലിക് അസോസിയേഷൻ വഹിച്ച പങ്ക് മഹത്തരമാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ ചീഫ് ഗസ്റ്റായിരുന്ന ചിക്കാഗോ സീറോ മലബാർ രൂപത അധ്യക്ഷൻ ജോയി പിതാവ് അസോസിയേഷനെ കുറിച്ച് പറഞ്ഞത്, അദ്ദേഹം കഴിഞ്ഞ ഏതാണ്ട് 12 വർഷക്കാലം ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ്റെ സജീവ പ്രവർത്തകനും അതിൽ കുർബാന അർപ്പിക്കുവാനും മറ്റുള്ള എല്ലാ നടപടികൾക്കും വളരെ കാര്യമായി പങ്കെടുത്തിരുന്ന അദ്ദേഹം ഈ നമ്മുടെ കാത്തോലിക്ക വിശ്വാസം അമേരിക്കയിൽ വേരൂന്നതിന് വളരെയധികം സംഭാവന ചെയ്ത, അല്ലെങ്കിൽ ഏറ്റവും അധികം സംഭാവന ചെയ്തത് ഇന്ത്യ കാത്തലിക് അസോസിയേഷനാണെന്ന് നമ്മളെ സ്നേഹപൂർവ്വം അറിയിക്കുകയുണ്ടായി. ആ കാര്യം ഞാൻ ഇവിടെ ഇപ്പോഴും ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കാത്തലിക് അസോസിയേഷൻ്റെ പ്രസക്തി നമ്മൾ കഴിഞ്ഞ കുറേ വർഷമായിട്ട് ആളുകളെ ചോദിക്കും, ഇപ്പോഴും കാത്തലിക് അസോസിയേഷൻ ഉണ്ടോ? എൻ്റെ പഴയ ലൈഫ് മെമ്പർമാർ പോലും ചോദിക്കാറുണ്ട്, കാത്തലിക് അസോസിയേഷൻ നിലവിലുണ്ടോ എന്ന്. അപ്പം അവർ പഴയ 79-ലും 80-കളിലും ഒക്കെ അവർ കാര്യമായി പ്രവർത്തിച്ചിരുന്നു. എന്നാൽ റിട്ടയർമെൻ്റ് ജീവിതത്തിലൂടെ കടന്നപ്പോഴേക്ക് അവർ മറ്റു പല ശ്രദ്ധ മാറിയതുകൊണ്ടായിരിക്കാം കാത്തലിക് അസോസിയേഷനെ കുറിച്ച് അറിയാത്തത്. നമ്മളിവിടെ ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ സജീവമാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം 2002 നമ്മുടെ രൂപത വരുന്നത് വരെ ഇന്ത്യ കാത്തലിക് അസോസിയേഷനിലൂടെയായിരുന്നു നമ്മുടെ സീറോ മലബാർ മലങ്കര സഭാ മക്കളുടെ ആരാധന സംബന്ധിച്ച കാര്യങ്ങൾ, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടിരുന്നത്. അപ്പം അസോസിയേഷൻ അതിന് നേതൃത്വം നൽകി എവിടെയെങ്കിലും പള്ളികളിൽ കണ്ടെത്തി അച്ഛന്മാരെ, നേതാക്കന്മാരെ എത്തിച്ച് അവിടെ ദിവ്യബലി അർപ്പിക്കുക എന്ന, അങ്ങനെ എല്ലാവർക്കും നമ്മുടെ സ്വകീയമായ ആരാധനാ സമ്പ്രദായം പിന്തുടരുന്നതിന് സഹായം ചെയ്ത ഒരു സംഘടനയാണ് ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ. എന്നാൽ ഇവിടെ രൂപത വന്നതോടുകൂടി അസോസിയേഷൻ്റെ ആ പ്രസക്തി കുറഞ്ഞു. ഇവിടെ കുർബാനകൾ അർപ്പിക്കുവാനും പള്ളികളും ഇടവകകളും മിഷനുകളും ആയപ്പോൾ കാത്തലിക് അസോസിയേഷൻ്റെ ആ പ്രസക്തി കുറഞ്ഞു. എന്നാൽ പണ്ട് മുതൽ തുടർന്നു വന്നിരുന്ന ചാരിറ്റി പ്രവർത്തനത്തിലേക്ക് സംഘടന കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇപ്പം കഴിഞ്ഞ കുറേ വർഷങ്ങളിലായിട്ട് നമ്മൾ ചാരിറ്റി പ്രവർത്തനങ്ങളിലാണ് കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ സ്നേഹതീരം പുനലൂര്, ഈ വർഷവും നമ്മൾ സ്നേഹതീരത്തിനുള്ള സഹായം ചെയ്യുന്നു. അത് അഗതികളായ സ്ത്രീകളെ, കുട്ടികളെയും മാത്രം സംരക്ഷിക്കുന്ന സിസ്റ്റർ റോസ്ലിൻ്റെ ഒരു മഹാപ്രസ്ഥാനമാണ്. ഏതാണ്ട് 300-ലധികം അംഗങ്ങൾ അവിടെയുണ്ട്. സ്നേഹതീരത്തെക്കുറിച്ച് സിസ്റ്റർ അയച്ചെന്ന ഒരു വീഡിയോ ഉണ്ട്, അത് നമുക്ക് ഇവിടെ പിന്നീട് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കോട്ടയത്തെ നിങ്ങൾക്ക് ഏവർക്കും പരിചയമുള്ള, ഇവിടെ ഒത്തിരി അധികം ആളുകൾ കോട്ടയംകാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെയും പരിചയമുള്ള നവജീവൻ ട്രസ്റ്റ്, PU തോമസ് ചേട്ടൻ്റെ നവജീവൻ ട്രസ്റ്റിനാണ് നമ്മൾ ഈ വർഷം മറ്റൊരു സഹായം എത്തിക്കുന്നത്. അപ്പം അങ്ങനെ അതുകൂടാതെ കഴിഞ്ഞ വർഷങ്ങളിൽ വിദ്യാഭ്യാസം ആവശ്യമായുള്ളവർക്ക്, ചികിത്സ ആവശ്യമായവർക്കൊക്കെയും ഞങ്ങൾ സഹായം എത്തിച്ചിരുന്നു. അസോസിയേഷൻ്റെ നേതൃത്വത്തിലല്ലാതെ തന്നെ അസോസിയേഷൻ്റെ മക്കൾ അവരുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് ഈ ചാരിറ്റി ചെയ്യുന്നതിന് സ്വമനസ്സ മുന്നോട്ട് വരികയും അവരെ തനിയെ തന്നെ ഓരോ വ്യക്തികൾക്ക്, നമ്മൾ പറയുന്ന ആളുകൾക്ക് ചാരിറ്റി ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്നാൽ എനിക്ക് ഈ അവസരത്തിൽ പ്രധാനമായിട്ടും മറ്റൊരു കാര്യമാണ് ഈ ചാരിറ്റിയോടൊപ്പം തന്നെ നിങ്ങളുടെ മുന്നിൽ വയ്ക്കാനുള്ളത്. ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ്റെ മുൻ സജീവ പ്രവർത്തകരും ഇപ്പോഴെ വാർദ്ധക്യത്തിലെത്തി റിട്ടയർമെൻ്റ് ആയിരിക്കുന്നവരുമായ കുറേ ആളുകളെ ഞാൻ പ്രസിഡൻ്റായ ശേഷം പല സന്ദർഭങ്ങളിലായി കാണാൻ സാധിച്ചു. അവരൊക്കെയും തന്നെ പറഞ്ഞ കാര്യം, അവർക്കൊക്കെയും തന്നെ ആവശ്യത്തിന് സമ്പത്തുണ്ട്,
റിട്ടയർമെൻറ്റ് ജീവിതം സന്തോഷകരമായി പോകുന്നു. എന്നാൽ അവർക്കൊക്കെ സംസാരിക്കുവാനോ എല്ലാ കാര്യങ്ങൾക്കും ബാങ്കിൽ പണമുണ്ട്, സഹായിക്കാൻ മക്കൾ ഒരു 10 മൈൽ ചുറ്റളവിലൊക്കെ ഉണ്ട്. എന്നാൽ സ്വന്തമായിട്ട് ഒരു പാല് വാങ്ങാൻ പോകാൻ പോലും അവർക്ക് പലർക്കും സാധിക്കുന്നില്ല. അപ്പം അങ്ങനെ അവർക്ക് പലതരത്തിലുള്ള ഡിസബിലിറ്റീസ് ഉണ്ട്. അപ്പം ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാതെ പോയൊരു കാര്യം നിങ്ങളുടെ ഈ തലമുറയിലൂടെ ചെയ്യണമെന്നാണ് അവർ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അതിതാണ് ഒരു കമ്മ്യൂണിറ്റി, പ്രായമായ നമ്മുടെ സമാന മനസ്കരായ ആളുകൾക്ക് ജീവിക്കുന്നതിന് ഉപയുക്തമായ ഒരു കമ്മ്യൂണിറ്റി നിങ്ങൾ ഉണ്ടാക്കണം. അപ്പം പ്രായമായവർക്ക് മാത്രം അല്ല, അപ്പം നമ്മൾ പ്രായമാകാൻ പോകുന്നവർക്കും അവിടെ നമുക്ക് അംഗത്വം എടുക്കാം. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ ഓർക്കുകയെ ഇതിൻ്റെ ആവശ്യം നമുക്കെന്താണെന്ന് കരുതുന്ന ആളുകൾ ചിന്തിക്കണം. നമ്മളെല്ലാവരും പ്രായമായി കൊണ്ടിരിക്കുകയാണ്. അടുത്ത 10-20 വർഷം കഴിയുമ്പോൾ ഈ അവസ്ഥയിലേക്ക്, അതായത് ഈ 80s എത്തുന്ന ആളുകളാണ് കൂടുതൽ ആളുകളും. അപ്പം ആ ഒരു തലമുറയെങ്കിലും നന്നായി ജീവിക്കണമെന്ന് എന്നോട് പല ചേട്ടന്മാരും പറഞ്ഞു. അപ്പം അവർ പറഞ്ഞ സാരവിധേ ഉള്ളൂ. നമുക്കൊരു സ്വകീയമായ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, അത് ഇപ്പോൾ നമ്മുടെ സീറോ മലബാർ മാത്രമായിരിക്കണം എന്നില്ല, പ്രാർത്ഥിക്കുന്ന ക്രിസ്തീയ വിശ്വാസമുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുമ്പോൾ പരസ്പരം സഹായിക്കുവാനും പരസ്പരം കൊടുക്കുവാനും ഉൾക്കൊള്ളുവാനും സാധിക്കും. ഒന്നിച്ച് പ്രാർത്ഥിക്കുക, ഒന്നിച്ച് ഷോപ്പിങ്ങിന് പോവുക, ഒന്നിച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും, ഒന്നിച്ച് അവരുടെ ആശയങ്ങൾ പങ്കുവെക്കുവാൻ, സന്തോഷം പങ്കുവെക്കുവാൻ, സങ്കടങ്ങൾ പങ്കുവെക്കുവാൻ ഒക്കെ അവർക്ക് സാധിക്കും. അപ്പം മക്കള് ഉണ്ടായെങ്കിലും ഈ അമേരിക്കയിൽ നമുക്കറിയാം, പ്രായമായി കഴിഞ്ഞാൽ കുട്ടികൾ ജോലി കിട്ടിക്കഴിഞ്ഞാൽ, വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവരവരുടേതായ ജീവിതമാണ് അവർക്കുള്ളത്. നമ്മൾ ആരെയും അവരെ കുറ്റപ്പെടുത്താറില്ല. എന്നാൽ മാതാപിതാക്കളെ അവർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നല്ല, അവർ ആവശ്യങ്ങൾക്ക് വരുന്നുണ്ട്. എന്നാൽ പോലും അത് എത്രമാത്രം പ്രായമായവർക്ക് സാന്ത്വനമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത് ഇവിടെ ഇരിക്കുന്ന കാത്തലിക് അസോസിയേഷൻ്റെ പ്രവർത്തകർ മാത്രമല്ല, ഇപ്പം പ്രായമാകുന്ന എല്ലാവർക്കും ഒരു നല്ല ഒരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുവാനുള്ള ഒരു അവസരമുണ്ടാകണം. പരസ്പരം സഹായവും സഹകരണവുമായി ജീവിക്കണം. അതിനാവശ്യമായ ചിന്ത നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉടലെടുക്കട്ടെ. അതിന് നമ്മുടെ സഭാധികാരികൾ, നമ്മുടെ 2 പള്ളിയിലെ വികാരിയച്ചന്മാരുണ്ട്. അപ്പോൾ അതുപോലെ സാമൂഹ്യ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ഇവർക്കൊക്കെയും തന്നെ നേതൃത്വം കൊടുക്കാൻ സാധിക്കും. അപ്പം അങ്ങനെ അല്ലെ നമ്മുടെ സഭയുടെ നേതൃത്വം, നമ്മുടെ ചിക്കാഗോ രൂപതയുടെ നേതൃത്വത്തിൽ നമുക്ക് അങ്ങനെ ഒരു പ്രസ്ഥാനത്തെ പടുത്തുയർത്താൻ സാധിക്കും. അങ്ങനെ പരസ്പരം സാന്ത്വനമായി ജീവിക്കുവാൻ എല്ലാവർക്കും ഇടയാകുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്ത്യ കാത്തലിക് അസോസിയേഷന് നാളിതുവരെ നിങ്ങൾ ചെയ്തു തന്ന എല്ലാ സഹകരണങ്ങൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ ചീഫ് ഗസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാൻ വേണ്ടി ഞാൻ ശ്രീ ജോസ് മലയിലിനെ ക്ഷണിക്കുകയാണ്. ശ്രീ ജോസ് മലയിൽ ഇന്ത്യ കാത്തലിക് അസോസിയേഷന്റെ കഴിഞ്ഞ വർഷത്തെ പ്രസിഡന്റും ഇപ്പോഴത്തെ ബോർഡ് ഓഫ് ട്രസ്റ്റി മെമ്പറുമാണ്. ഞാൻ ശ്രീ ജോസ് മലയിലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നിങ്ങൾ ചെയ്ത സഹായങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ ഞങ്ങൾക്ക് ചാരിറ്റി ചെയ്യാനൊക്കെ ഞങ്ങൾക്ക് സാധിക്കുന്നത്. അപ്പം അതിനൊരു നന്ദി പ്രകടിപ്പിക്കാനുള്ള അവസരം, കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ചെയ്ത സഹായങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ട് ഞാനിത് കണക്കാക്കുകയാണ്. മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക്, എല്ലാ പ്രവർത്തനങ്ങൾക്കും നിങ്ങളുടെ സഹായം വീണ്ടും സഹായിച്ചുകൊണ്ട് മാത്രമേ നമ്മുടെ അസോസിയേഷനും ക്രിസ്തീയമായ ചിന്തകളും മറ്റുള്ളവരെ സഹായിക്കാനുള്ള അസോസിയേഷൻ്റെ ലക്ഷ്യത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി നിങ്ങളുടെ സഹായങ്ങൾ ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്. മറ്റ് അസോസിയേഷനെ പറ്റിയുള്ള എല്ലാ വിശദമായ വിവരങ്ങൾ പ്രസിഡന്റ് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. കുര്യാക്കോസ് വടാനച്ചൻ ആക്ച്വലി നമ്മുടെ പാലാ പ്രദേശത്ത് നിന്ന് പോയി കാസർഗോഡ് ജില്ലയിലെ പനത്തടി ഇടഭാഗമാണ്. അദ്ദേഹത്തിന് MST സഭയിൽ ആയിരുന്നു മിഷനായിട്ട് പ്രവർത്തിച്ച് ഉജ്ജയിൻ രൂപതയിൽ പ്രവർത്തിക്കുകയും 2 ദശാബ്ദക്കാലമായിട്ട് അദ്ദേഹം അച്ഛൻ അമേരിക്കയിലെത്തുകയും ആദ്യം ബോസ്റ്റണിലും അതിനുശേഷം ലോസ് ആഞ്ചലസ്, റോസ്റ്റസ്, ഐ തിങ്ക് നമ്മുടെ വെർജീനിയ, അങ്ങനെ 3-4 ഇടവകളിലൊക്കെ ഇരിക്കുകയും ആ ഇരുന്ന ഇടവകളിലൊക്കെ പള്ളിയുടെ പുതിയ പള്ളി മേടിക്കുന്നതിനും അതിനുള്ള പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി ഇടപെട്ട്
ഇപ്പോൾ അച്ഛൻ ഞങ്ങളുടെ എൻ്റെയും കൂടി ഇടവക വികാരിയായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. അച്ഛൻ ആദ്യം 2004 അദ്ദേഹം വരുമ്പോൾ അദ്ദേഹം കുറച്ച് നാൾ ഒരു 6 മാസക്കാലം ജോസ് കണ്ടത്തുകുടി അച്ഛൻ്റെ കൂടെ ഉണ്ടെന്നാണ് എൻ്റെ, കാരണം പള്ളി തുടങ്ങിയ സമയത്ത് ഞാനുള്ളതുകൊണ്ട്. പക്ഷേ അന്ന് അച്ഛൻ ഞാൻ അത്ര പരിചയപ്പെട്ടിട്ടില്ല. എങ്കിലും അച്ഛൻ വന്നതായിട്ട് ഞാൻ ചെറുതായിട്ട് ഓർക്കുന്നുണ്ട്. എങ്കിലും ഇപ്പോഴത്തെ നമ്മുടെ ഇടവകയിലെ ആത്മീയ കാര്യങ്ങളിൽ ശക്തമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് സഭയോട് ചേർന്ന് രൂപതയോട് ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന അദ്ദേഹത്തെ ഈ ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിനും സന്ദേശത്തിനും വേണ്ടി ഹാർദവമായി പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു. ഒത്തിരി ആവശ്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളെ സഹായിക്കുവാനായിട്ട് ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ മുന്നിട്ട് പ്രവർത്തിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുടെയും സഹകരണം തീർച്ചയായിട്ടും ലഭിക്കുന്നുണ്ടെന്നും അറിയാം. സഹകരിക്കുന്ന എല്ലാവരെയും കൃതജ്ഞതയോടുകൂടി സ്മരിക്കുന്നു. തുടർന്നും ഈ സഹകരണം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദൈവം സ്നേഹമാണ്. നമ്മൾ ബൈബിൾ പഠിക്കുന്നു. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും അതുപോലെ പരസ്പര ധാരണയുടെയും സന്ദേശമാണ് ബൈബിളിലുടനീളം നമുക്ക് ലഭിക്കുക. ഇന്ത്യ കാത്തോലിക് അസോസിയേഷനും ഈ സന്ദേശം ഓരോരുത്തരും ഇതിൻ്റെ അംഗങ്ങളായിട്ടുള്ള എല്ലാവരുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ഇത് നമ്മുടെ ഇടയിൽ തന്നെ സാധ്യമാക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനായിട്ട് എല്ലാവർക്കും ആവശ്യമായ എല്ലാ കൃപകളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഗസ്റ്റ് ഓഫ് ഓണറായിട്ട് ഞാൻ വിളിക്കാൻ പോകുന്നത് ഞങ്ങളുടെ സ്വന്തം ഹോളി ഫാമിലി സീറോ മലബാർ പള്ളിയുടെ അച്ഛനെയാണ്. അച്ഛനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ പഴയ പ്രസിഡന്റും ഇപ്പോഴത്തെ ബോർഡ് ഓഫ് ട്രസ്റ്റി മെമ്പറുമായ ശ്രീ ലിജോ ജോണിനെ ഞാൻ ക്ഷണിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് റോയ് ആന്റണി, നമ്മുടെ അച്ഛന്മാർ റവറൻഡ് ഫാദർ കുര്യാക്കോസ് അച്ഛൻ, വിൻസെൻ്റ് അച്ഛൻ, ജോണി അച്ഛൻ, ബോർഡ് ട്രസ്റ്റി ചെയർമാൻ പോൾ ജോസ്, നമുക്ക് ഇന്ന് ഈസ്റ്റർ സന്ദേശം നൽകുന്നതിന് വേണ്ടി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈ ഇടവകയിലെ വികാരി അച്ഛനായ വിൻസെൻ്റ് പങ്കോള അച്ഛനാണ്. ഈ ഇടവകയിലുള്ള എല്ലാവർക്കും തന്നെ അച്ഛനെ സുപരിചിതനാണ്. എങ്കിലും അച്ഛനെ ഒന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അച്ഛൻ എറണാകുളം ജില്ലയിലെ കൂവപ്പടിയിൽ ആണ് അച്ഛൻ്റെ ജന്മദേശം. അച്ഛൻ മഹാരാഷ്ട്രയിലെ ശാന്താരൂപതയുടെ വൈദികനാണ്. അച്ഛൻ നാഗ്പൂർ മേജർ സെമിനാരി ഉജ്ജയിനിൽ നിന്നാണ് മേജർ സെമിനാരി പഠിച്ചത്. അവിടുത്തെ കൗൺസിലർ പാരീസിലെ നോമിനേറ്റഡ് മെമ്പർ, മീഡിയ സെൻറ്റർ ഡയറക്ടർ ആൻഡ് അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ വാടയിലുള്ള സെൻറ്റ് ആൻ്റണി പബ്ലിക് സ്കൂൾ, വൺ ഓഫ് ദ ബിഗസ്റ്റ് സ്കൂൾ ഇൻ മഹാരാഷ്ട്ര, അവിടുത്തെ മാനേജറായിരുന്നു. കഴിഞ്ഞ വർഷം നവംബറിലാണ് അച്ഛൻ US സഭ അച്ഛനെ പുതിയ ദൗത്യവുമായി വിട്ടത്. അപ്പോൾ കഴിഞ്ഞ വർഷം നവംബറിൽ അച്ഛൻ US വരികയും ന്യൂയോർക്കിലായിരുന്നു, ഫ്ലോറിഡയിലായിരുന്നു അച്ഛൻ ആദ്യം വന്നത്. അതിനുശേഷമാണ് അച്ഛൻ നമ്മുടെ ഈ ഇടവകയിലേക്ക് വന്നത്. അപ്പോൾ അച്ഛൻ്റെ പല പ്രസംഗങ്ങളും അച്ഛനുമായിട്ട് സംസാരിക്കാൻ സാധിച്ചതിൽ അച്ഛൻ സ്വന്തം ജീവിതത്തിലൂടെ ഈശോയുടെ വിശ്വാസം മുറുകെ പിടിക്കുകയും ആ വിശ്വാസം ഇടവകങ്ങൾക്കും കൂടെ പ്രവർത്തിക്കുന്നവർക്കും പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന വളരെ ആത്മീയ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന അച്ഛനാണ്. അപ്പോൾ അച്ഛനെ നമുക്കിന്ന് ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ത്യൻ കാത്തലിക് അസോസിയേഷൻ്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലും ബഹുമാനപ്പെട്ട റവറൻഡ് ഫാദർ വിൻസെൻ്റ് പങ്കോള അച്ഛനെ ഈസ്റ്റർ സന്ദേശം നൽകുന്നതിന് വേണ്ടി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മരണം ജീവനെ തൊഴുതു നിൽക്കുന്ന അടയ്ക്കപ്പെട്ട കല്ലറുകൾ തുറക്കപ്പെടുന്ന മൂടി വെച്ച സത്യങ്ങൾ മൂടി തുറന്ന് പുറത്തു വരുന്ന ഓർമ്മപ്പെടുത്തലാണ് ഈസ്റ്റർ. കല്ലറയിൽ അടയ്ക്കപ്പെട്ട് കല്ലറയിൽ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയാത്തവനാണ് കർത്താവ്. ഒരു കർത്താവിൻ്റെ കല്ലറ വരെ ദുഃഖത്തിൻ്റെതായുള്ള സങ്കടത്തിൻ്റെതായുള്ള നിമിഷങ്ങളായിരുന്നു. കല്ലറ വരെ കർത്താവ് കുരിശിൽ കിടന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്ത് കളയണമേ എന്ന്. പക്ഷെ അതിനൊരു ഉത്തരം കിട്ടിയില്ല.
ഉത്തരം കിട്ടിയത് കർത്താവിൻ്റെ ഉയർപ്പിലാണ് ഉത്തരം കൊടുത്തത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു കല്ലറ അല്ലെങ്കിൽ ഈ ഒരു ഉയർപ്പ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യൻ അവസാനിപ്പിക്കുന്നിടത്ത് ദൈവം ആരംഭിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ ജീവിതം അവസാനിച്ചു എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ, ദുഃഖത്തിൻ്റെതായുള്ള നിമിഷങ്ങളിൽ എല്ലാം അവസാനിച്ചു. മരണം എന്നുള്ള ആ ഒരു ദുഃഖത്തിൻ്റെതായുള്ള യാഥാർത്ഥ്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ കർത്താവ് അവിടെ തുടങ്ങും. അതാണ് എനിക്ക് തോന്നുന്നു ഒരു ക്രിസ്മസിൻ്റെ ഒരു സന്ദേശം. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കും, കർത്താവിൽ ആശ്രയിക്കുന്നവർക്കും ഈ കല്ലറയ്ക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല. ആരൊക്കെ കർത്താവിൽ ആശ്രയിക്കുന്നോ കർത്താവിന് കല്ലറയ്ക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിച്ചില്ല. അതുപോലെ തന്നെ ആരെല്ലാം കർത്താവിൽ വിശ്വസിക്കുന്നുവോ അവരെയും കല്ലറ ഉൾക്കൊള്ളുകയില്ല. നമുക്കറിയാം നമ്മളെല്ലാവരും മരിക്കും. ഇപ്പൊ ഇവിടെ എത്ര സുന്ദരമായിട്ട് നമ്മളിവിടെ വന്നിരിക്കുന്നത് അല്ലേ? നന്നായിട്ട് ചിലപ്പോൾ പൊട്ടി ഒക്കെ ഇട്ടിച്ച് വന്നിരിക്കുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ എങ്കിൽ പോലും കല്ലറ വരെ നമുക്ക് പോകാം. കല്ലറ വരെ നീ ആഗ്രഹിച്ചില്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചില്ലെങ്കിലും എന്നെ കൊണ്ടുപോകും കല്ലറ വരെ. കല്ലറയിൽ കൊണ്ടുപോയി വെക്കും. സമാധാനം അവസാനത്തെ മണ്ണ് ഇട്ടിട്ട് പറയും ഇവിടം വരെ ഞങ്ങൾ വന്നു. പക്ഷെ ഇനിയുള്ള യാത്ര അത് നാം ഒറ്റയ്ക്ക് ചെയ്യേണ്ടതാണ്. അത് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ യാത്ര കല്ലറ വരെയുള്ള യാത്രയല്ല, കല്ലറ കഴിഞ്ഞിട്ട് സ്വർഗത്തിലേക്കുള്ള യാത്രയാണ്. ഈ സ്വർഗത്തിലേക്ക് നാം യാത്ര ചെയ്യണമെങ്കിൽ നാം ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും നന്മ പ്രവർത്തികളൊക്കെ ചെയ്യണം. എനിക്ക് തോന്നുന്നു ഈ കാത്തലിക് അസോസിയേഷനും വഴിയൊക്കെ ആയിട്ട് നാം ഇങ്ങനെ കൊച്ചു കൊച്ചു നന്മകളാണ് ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു യാത്രയാണ്, അതായത് ഈ ഒരു ഈസ്റ്റർ കൊണ്ട് അല്ലെങ്കിൽ ഉത്ഥാനം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് ക്രിസ്തുവിൻ്റെ സുഗന്ധം. ആ സുഗന്ധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി. ഇന്ത്യ കാത്തലിക് അസോസിയേഷന്റെ ഹൈലൈറ്റ്സ് ആയ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ കിക്ക് ഓഫ് ആണ്. ഇത് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യ കാത്തലിക് അസോസിയേഷന്റെ മുഖമുദ്ര തന്നെ ഇപ്പോൾ ചാരിറ്റി പ്രവർത്തനങ്ങളാണെന്ന്. അതുകൊണ്ട് അതിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഇൻട്രൊഡക്ഷന് വേണ്ടി ഞാൻ മിസ്റ്റർ ആൻഡോ വർക്കിയെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ഇന്ത്യ കാത്തലിക് അസോസിയേഷന്റെ പഴയ പ്രസിഡന്റാണ്, ഇപ്പോഴത്തെ ബോർഡ് ഓഫ് ട്രസ്റ്റി മെമ്പറാണ്. അതുകൊണ്ട് വളരെ സ്നേഹത്തോടെ മിസ്റ്റർ ആൻഡോ വർക്കിയെ ഞാൻ ക്ഷണിക്കുകയാണ്. 45 വർഷം പിന്നിടുന്ന ഇന്ത്യ കാത്തലിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ മിഷൻ തന്നെ ചാരിറ്റിയാണ് എന്ന് വളരെ വ്യക്തമായി തന്നെ നമ്മുടെ പ്രസിഡന്റ് ശ്രീ റോയ് ആന്റണി പറഞ്ഞു. ചാരിറ്റിയെ കുറിച്ച് വളരെ വിശദമായി സംസാരിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ കൂടുതലായി അതിലേക്ക് കടക്കുന്നില്ല. ഈ ചാരിറ്റിയുടെ ചെക്ക് കൈമാറുന്നതിന് വേണ്ടി ഇന്ത്യ കാത്തലിക് അസോസിയേഷന്റെ എല്ലാ ഭാരവാഹികളെയും ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുക. പുനലൂരിലുള്ള സ്നേഹതീരം എന്ന അനാഥാലയത്തിനാണ് സിസ്റ്റർ റോസ്ലിൻ നടത്തുന്ന അനാഥാലയത്തിന് ഉള്ള ചെക്കാണ് നമ്മൾ ഇപ്പോൾ ആദ്യം കൈമാറുന്നത്. അങ്ങനെ നമ്മൾ 1.5 ലക്ഷം രൂപയാണ് കഴിഞ്ഞ വർഷം കൊടുത്തത്. ഈ വർഷം നമ്മൾ എഴുതിയിരിക്കുന്ന 1 ലക്ഷം ആണെങ്കിലും നമ്മൾ ഇനി അതിൻ്റെ കിട്ടുന്ന തുക ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതാണെന്ന് ഞങ്ങൾ അറിയിക്കുകയാണ്. ആ ചെക്ക് റിസീവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റായ നമുക്ക് ഏറ്റവും ബഹുമാനപ്പെട്ട ഫൊറേന ചർച്ച് വികാരിയായ കുര്യാക്കോസ് വടനാച്ചനെ ക്ഷണിക്കുന്നു. അത് ചെക്ക് നൽകുന്നതിന് വേണ്ടി നമ്മുടെ വൈസ് പ്രസിഡന്റ് ശ്രീ ജോസ് ഇഞ്ചക്കൻ ചേട്ടനെയും ജോയിന്റ് സെക്രട്ടറി വത്സ ജോസഫിനെയും ക്ഷണിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ അടുത്ത ചെക്ക് നമ്മൾ കൈമാറുന്നത് കോട്ടയത്തുള്ള നവജീവൻ ശ്രീ PU തോമസ് എന്ന ഒരു സാധാരണക്കാരൻ, ഒരു ഓർഡിനറി മനുഷ്യൻ, പക്ഷേ അദ്ദേഹത്തിൻ്റെ മിഷൻ എക്സ്ട്രാ ഓർഡിനറി. ഒത്തിരി ആളുകൾക്ക് അഭയം നൽകിയ അദ്ദേഹത്തിന് നവജീവൻ ട്രസ്റ്റിന് അടുത്ത ചെക്ക് കൈമാറുന്നതിന് വേണ്ടിയിട്ട് ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ പോൾ ജോസിനെയും നമ്മുടെ ട്രഷറർ മാത്യു ജോസഫിനെയും ക്ഷണിക്കുന്നു. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വിൻസൻ വർഗീസ് അച്ഛനെ ക്ഷണിച്ചു കൊടുക്കുന്നു.